ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് ടിപ്പുകൾ, അതുപോലെ തന്നെ ചീപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസുകൾ ഒക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ചീപ്പ് വെച്ച് ചെയ്യുന്ന ഓരോ ടിപ്പുകളായിട്ട് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതുപോലെ നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈനുകൾ നമുക്ക് ചീപ്പ് വെച്ച് ചെയ്യാൻ കേട്ടോ. നമ്മുടെ കയ്യിൽ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ 4-5 ഷേപ്പിലുള്ള മോൾഡിന് പകരം ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകൾ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഡിസൈൻ നമ്മൾ ഗുഡ് ഡേയിലൊക്കെ കാണുന്ന കണക്ക് സിംഗിൾ ലൈനുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തത്. ഇനി രണ്ടാമത്തെ ഡിസൈൻ വന്നിട്ട് 4 സൈഡിൽ നിന്നും ചീപ്പ് വെച്ചത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കോളമായിട്ട് ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇനി അടുത്തൊരു ഡിസൈൻ വെറും സിമ്പിളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചീപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത ഡിസൈൻ വന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ ഒരു ഡോഗ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ലീഫിൻ്റെ വെയിൻസ് ഒക്കെ വരുമല്ലോ, അതുപോലെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസുകളൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ചീപ്പ് പുതിയതായിരിക്കണം കേട്ടോ. നമ്മൾ ഉപയോഗിച്ച ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. നമ്മുടെ മക്കളൊക്കെ അസൈൻമെൻറ്റുകളും പ്രോജക്റ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പേജ് കുറച്ച് ഡെക്കറേറ്റീവായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലുള്ള സ്കെയിലുകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചീപ്പ് എടുത്തിട്ട് നല്ല സ്പീഡിലൊന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല, ഇതുപോലെ കിട്ടും. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്രദമാകും. ഈ ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് അകലമുള്ള ചീപ്പ് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ മാത്രമാണ് നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പുതിയ ചൂലൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഒരാഴ്ച വരെ ആ ഒരു പുല്ലിൻ്റെയൊക്കെ ചൂലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടാവും നമ്മൾ തൂക്കുന്ന സമയത്ത്. പിന്നെ അത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, വാക്വമൊക്കെ വെച്ച് പിടിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇനി പുതിയ ചൂല് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആ ചൂലിലുള്ള ആ പൊടികളെല്ലാം പോകാനായിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഉപയോഗിക്കാത്തൊരു ചീപ്പ് വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള പൊടിയെല്ലാം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചീപ്പ് വെച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2-3 ടിപ്പുകളൊക്കെ കണ്ടു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ണടച്ചൊരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ചില സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ സീല് പൊട്ടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു ചീപ്പ് എടുത്ത് അതിൻ്റെ ഒരു പല്ല് നമ്മുടെ ആ ഒരു ഗ്യാസിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പി ഉണ്ടാവുമല്ലോ, അതിനുള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സീല് ബ്രേക്കായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ബോർവെല്ല് അല്ലെങ്കിൽ ഹാർഡ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കുപ്പികളിൽ നമ്മൾ വെള്ളം എടുക്കുന്ന കുപ്പികളുടെ വായ് ഭാഗത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ഓരൊക്കെ വന്ന് അടിയാറുണ്ട്, ചെറിയ ഒരു വൈറ്റ് കളറിലുള്ള പൊടി പോലെ. അത് നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താലും നല്ലപോലെ വൃത്തിയാവത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഓരൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചീപ്പ് വെച്ച് കുറച്ച് ക്ലീനിങ് ടിപ്പുകളാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷും ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷന് പകരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചാലും മതി. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഉപയോഗിക്കാതെ വീട്ടിലിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സോക്സിനുള്ളിലേക്ക് നമ്മളൊരു കോമ്പ് ഇതുപോലെ വെച്ച് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം കേട്ടോ. റബ്ബർ ബാൻഡ് ഒന്നും വേണമെന്നില്ല, നമുക്ക് കൈ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാലും മതി. എല്ലാം കൂടെ ഒതുക്കി ഇങ്ങനെ പിടിച്ചാൽ മതി. അതിനുശേഷം ചീപ്പിൻ്റെ പല്ലിൻ്റെ ഭാഗം വരുന്ന സ്ഥലത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയെല്ലാം ക്ലീൻ ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കൈ കടത്തി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ഥലങ്ങളും ഈ ഒരു ചീപ്പ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ കഴിയും. ഇത് നമ്മുടെ സോഫയുടെ ഇങ്ങനെയുള്ള വിടവുകളൊക്കെ നമുക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ വാക്വം വെച്ച് പിടിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ വാക്വം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചീപ്പായതുകൊണ്ട് നല്ലതുപോലെ കടന്നു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ചീപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോക്കേസിൻ്റെ കണ്ണാടിയാണ് കേട്ടോ. ആ കണ്ണാടിയുടെ സൈഡിലൊക്കെ നമ്മൾ ചൂല് കൊണ്ട് തട്ടിയാലും അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താലും നല്ലതുപോലെ ക്ലീൻ ആവത്തില്ല. അപ്പോൾ ആ ഒരു നനവ് സോക്സിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും.
അടുത്തത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറാണ് കേട്ടോ. മിക്ക വീട്ടിലും ഫ്രിഡ്ജിൻ്റെ ഡോർ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് നല്ലതുപോലെ അടയുകയുമില്ല, ഒരുപാട് കറണ്ടും നമുക്ക് നഷ്ടമാവും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു സോക്സിനുള്ളിലേക്ക് ഒരു ചീപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും വളരെ വേഗം തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയുന്നില്ല, നല്ല പോലെ തന്നെ ആ അഴുക്കെല്ലാം സോക്സിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് കീബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ടിവിയുടെ സ്ക്രീന്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീന്, അതിൻ്റെയൊക്കെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റൊക്കെ വളരെ ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിലെ പൈപ്പിൻ്റെയൊക്കെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ നമ്മൾ മുടി ചീകുമ്പോൾ കെട്ട് വീഴാറുണ്ടല്ലേ, മുടി ഒരുപാട് ഫ്രിസിയും ഡ്രൈയും ഒക്കെ ആയിട്ടിരിക്കുമ്പം നമുക്ക് നല്ല രീതിയിൽ കോംബ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ മുടി ചീകുന്നതിന് മുമ്പ് നമ്മുടെ ചീപ്പിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചീവി നോക്കും. പെട്ടെന്ന് തന്നെ ആ കെട്ടൊക്കെ ഊരിക്കിട്ടും. നമുക്ക് നല്ല ഈസി ആയിട്ട് മുടി ചീകിയെടുക്കാനും കഴിയും. ചീപ്പ് കൊണ്ട് ചെയ്യുന്ന ഈ ഒരു ടിപ്പ് മിക്കവാറും ആളുകൾ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സോഫയിൽ കവർ വിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടും ഒട്ടും തന്നെ ചുളിവുകൾ വീഴാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു ചീപ്പ് എടുത്തിട്ട് ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് തിരികെ കയറ്റി വെക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരുന്നോളും. അതുപോലെ തന്നെ ഒരു മടക്കോ ചുളിവോ ഉണ്ടാവത്തില്ല. നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ ഷീറ്റായാലും നമ്മുടെ സോഫയായാലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമ്മുടെ വീട്ടിലുള്ള മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റിലൊക്കെ മുടിയൊക്കെ വീണ് അത് പെട്ടെന്ന് കളയാനായിട്ട് ഉപയോഗിക്കാത്തൊരു ചീപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ മുടിയായാലും പൊടികൾ അല്ലെങ്കിൽ നൂലൊക്കെ കുരുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ചീപ്പിൽ വന്നോളും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചൂലും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചീപ്പുകൾ എങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചീപ്പുകൾ ക്ലീൻ ആക്കി എടുക്കണം. ഇതുപോലെ ടാൽക്കം പൗഡർ ചീപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കാത്ത ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചീപ്പിൻ്റെ ആ ഒരു പല്ലിൻ്റെ ഇടയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ വളരെ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ ടാൽക്കം പൗഡർ ഇട്ട് രണ്ട് സൈഡും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും മുക്കി വെക്കണം കേട്ടോ. അതിനായിട്ട് ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലെയിം ഓഫാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചീപ്പുകൾ ഇതിലേക്ക് മുക്കി വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് തുടച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ താരൻ്റെ ശല്യവും മുടി പൊട്ടലും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തോളൂ. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.